പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല പ്രഭാതവും ഒരു നല്ല ദിവസവും നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. പുതിയ സ്നേഹം നൽകുന്ന, ആയുസ് നൽകുന്ന, ആരോഗ്യം നൽകുന്ന, സ്നേഹം നൽകുന്ന, ആഹാരം നൽകുന്ന, സമാധാനം നൽകുന്ന, നിന്നോടൊപ്പം വസിക്കുവാൻ അപ്പമായി തീർന്ന ബലിപീഠത്തിൽ ഓരോ ദിവസവും ഇറങ്ങി വരുന്ന ജീവനുള്ള നല്ല ദൈവം. ആ ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണെന്ന് വിശ്വസിക്കുമ്പോഴും അങ്ങനെ അല്ലാതെ ജീവിക്കേണ്ടി വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പാവപ്പെട്ട ജനത്തെ ഓർത്ത് സങ്കടം തോന്നുകയാണ്. കാരണം അനുസരണയാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പുത്രൻ പിതാവിനെ അനുസരിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചില്ല. ഇതുപോലെ ലോകത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവജനത്തെ സ്വർഗത്തിൽ കൊണ്ട് ചെന്നെത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വൈദികരിൽ കയറിയ അന്ധകാരം, ആ അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വിവേകത്തോടെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. ദൈവത്തിൻ്റെ ആത്മാവ് പുരോഹിതൽ പ്രവർത്തനം നിന്നുപോയി. അന്ധകാരം അവിടെ കയറി. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച ജനം ഭൗതികമായ പല കാര്യങ്ങളെയും മസില് പിടിച്ചുകൊണ്ട് ഇത് മതി, ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരികളെയും ദൈവത്തെയും നിഷേധിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരാൾ തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നത്തിന് ഒറ്റയ്ക്ക് ഞാൻ തിരിയില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ലൂസിഫറിന് പറ്റിയത് തന്നെയാണ് ഈ സംഭവിക്കുന്നത്. അങ്ങനെ വരല്ലേ? ഞങ്ങൾക്കിപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പുറത്തു പോകും, നിങ്ങളുടെ കുപ്പായം കീറിപ്പോകും. അങ്ങനെ കീറിപ്പോകുന്ന കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ വഴിതിരിഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് എളിമപ്പെടുക, ഒന്ന് രമ്യപ്പെടുക. നമ്മൾ ഇതിൽ ജയിച്ചവരും തോറ്റവരും ഇല്ലെന്നേ. നമ്മൾ തങ്ങളിൽ മത്സരിക്കുമ്പോൾ കർത്താവാണ് തോൽക്കുന്നത്. അവൻ്റെ സങ്കടം എത്ര വലുതാ, അവൻ്റെ അമ്മയുടെ സങ്കടം എത്ര വലുതാ. ഒന്ന് ചിന്തിച്ച് നോക്കിക്ക്. സ്വന്തം ജന്മം മുഴുവൻ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് പിതാവിന് തീരെഴുതി കൊടുത്തപ്പോഴാണ് പുത്രൻ വന്നത്. ആ പുത്രനെ ഈ ലോകത്ത് ബലിയർപ്പിച്ച് കാൽവരിയിൽ എനിക്കും നിനക്കും വേണ്ടി ആ പുത്രൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യം, അവൻ സ്ഥാപിച്ച പൗരോഹിത്യം, അവൻ മറ്റുള്ളവരെ ഈ ലോകത്ത് നിന്ന് രക്ഷിക്കുവാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് അഭിഷേകം നൽകിയ നിങ്ങളെ വഴിതെറ്റിക്കാൻ സാത്താൻ ഒരുങ്ങിയപ്പോൾ നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, എൻ്റെ പ്രിയപ്പെട്ട വിമതരായ സഹോദരങ്ങളെ, നിങ്ങൾ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. കാരണം സഭയെ അനുസരിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ കോടതി ഇടപെട്ടിട്ട് പോലീസ് സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോകുന്ന ഒരവസ്ഥയിലേക്ക്, നിങ്ങളെ തോപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ജയിക്കേണ്ട, നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് പിടിക്കാം. ഒന്ന് എളിമപ്പെട്, ഒന്ന് ക്ഷമിക്ക്, ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപയിലേക്ക് വാ. ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളെ യഥാർത്ഥം നിങ്ങളുടെ ഉള്ളിലെ വെറുപ്പ്, വിദ്വേഷ, വാശി, വൈരാഗ്യങ്ങൾ കളഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, വെളിവ് തരണമേ, വെളിപാടുകൾ തരണമേ, നിന്നോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നൽകണമേ എന്ന് ഏത് പുരോഹിതൻ പ്രാർത്ഥിച്ചാലും, ഏത് വിമത അൽമായൻ പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരും. നിനക്ക് ജ്ഞാനം ലഭിക്കും. നിനക്കിന്ന് അറിവുണ്ട്, പക്ഷെ നിനക്ക് ബോധമില്ല, ദൈവിക ജ്ഞാനമില്ല. അതാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ പരാജയം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷൈജു സഹോദരൻ, നിന്റെ കാല് പിടിച്ച് പറയുക, നീ ദൈവത്തെ ഓർത്ത് ഒന്നടങ്ങ്. നീ നശിപ്പിക്കരുത്. ഈ പൗരോഹിത്യ ജീവിതത്തിന് മുഴുവൻ നീ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം നീ നേതൃത്വം കാല് തല്ലി ഓടിക്കും, കൈ തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കണ്ടില്ലേ ആ തൃശ്ശൂരിൽ നിന്ന് വന്ന പിതാവിനെ നീ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ എന്താ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നിന്റെ ഡയലോഗ് കേട്ടില്ലേ? ഇന്നും നിന്നിൽ അതേ അരൂപിയ. ഒന്ന് എളിമപ്പെടാൻ നിനക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും സഹോദര, നീയും രക്ഷപ്പെടും. ഈ സഭയുടെ നാണക്കേടിൽ നിന്നൊന്ന് പുറത്തു വരാൻ പറ്റും. അപ്പൻ്റെ നാണക്കേട് മക്കളുടെ മുഴുവൻ നാണക്കേടാ സഹോദര, അല്ലേ? നിന്റെ മക്കൾ നിന്നെ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പോരായ്മകളൊക്കെ കാണുമെന്നേ. എന്നാലും ഞാൻ പറയുകയാണ്, എളിമപ്പെടാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും സാധിച്ചാൽ കത്തോലിക്ക സഭ ഇന്നും വലിയൊരു മാതൃകയായി തീരുമെന്നുള്ള ഉറപ്പുണ്ട്. നിങ്ങൾ ഈ സഭയെ പീഡിപ്പിക്കുകയും ദൈവജനത്തെ പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിനക്കറിയാമോ, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന വേദന എൻ്റെ വ്യക്തിപരമായ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ. ഞാൻ ഈ തെരുവ് നീള ഈ റോഡിൽ ഈ വീൽ ചെയർ ഓടിച്ച് നടന്ന് എത്രമാത്രം യാത്ര ചെയ്ത് ഒരു ബലിയിൽ പങ്കെടുക്കുന്നത് നിനക്കറിയാമോ? എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വാതുക്കൽ പള്ളി നിൽക്ക ചെയ്ത് അനുസരണക്കേടിൻ്റെ ബലിയിൽ പങ്കെടുക്കാതിരിക്കാനാണ് ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നത്.
100-150 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതാരുടെയും മുമ്പ് കണക്ക് പറയാനല്ല. നീ ചിന്തിച്ച് നോക്കുക, ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തൊട്ടടുത്തുള്ള ദേവാലയം അനുസരണക്കേടിൻ്റെതാകുമ്പോൾ അനുസരണയുടെ ബലിയർപ്പിക്കാൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന ദൈവജനത്തിൻ്റെ കഷ്ടപ്പാട് നിനക്കെതിരെ സാക്ഷ്യമാണ്. അതുകൊണ്ട് കാല് പിടിച്ച് പറയുക, നീ ഒന്ന് എളിമപ്പെട്, നീ ഒന്ന് അനുസരിക്കുക. നീ ഒരു ക്രിസ്ത്യാനിയല്ലേ? നിന്റെ തലയിലും മാമുദീസ വെള്ളം വീണതല്ലേ? നിനക്ക് കുമ്പസാരവും കുർബാനയും ഇല്ലല്ലോ ഇന്ന്. ഉണ്ടോ? എന്തോ ഒരു സങ്കടമാ. കുമ്പസാരിപ്പിക്കാൻ യോഗ്യതയില്ലാത്ത പുരോഹിതരെ കൊണ്ട് അനുസരണയില്ലാത്ത ബലിയർപ്പിച്ച് നിത്യനാശത്തിലേക്ക് ആത്മാക്കളെ കൊണ്ടുപോകുന്ന ഭീകരാവസ്ഥ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ആരൊക്കെ ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ട്, ബലിയോടുകൂടി ബലി ജീവിതം ജീവിക്കുന്നുണ്ട്, അത് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണാൻ പറ്റും. അല്ലാത്തതെല്ലാം പെയിൻ്റ് അടിച്ചതാ, ചൊറിഞ്ഞാൽ അതെല്ലാം ഈ അടന്നു വീഴും. വിശ്വാസത്തിൽ ചൊറിച്ചിൽ വരുമ്പോൾ ആഴത്തിൽ ഇല്ലാത്തതിനാൽ അടന്ന് താഴെ വീഴും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കാം. ലോകമൊന്ന് കാണട്ടെ. കലഹിച്ചാലും നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ മക്കളെ കാട്ടിക്കൊടുക്കാൻ പറ്റിയ ഒരു സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതരെ, നിങ്ങളെയൊക്കെ വിമർശിക്കേണ്ടി വരുന്നത് വിഷമം കൊണ്ട് വിമർശിക്കുന്നതാ, നാശം കണ്ടിട്ട് വിമർശിക്കുന്ന, അല്ലാതെ നിങ്ങളോട് ആരോടും വ്യക്തിപരമായിട്ട് ഒരു പിണക്കോ ഇല്ലെന്നേ. ഇന്ന് കണ്ടാലും കെട്ടിപ്പിടിക്കാൻ എനിക്കിഷ്ടമാണെന്നേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നേ ഞാൻ നിങ്ങളെ വിമർശിച്ചു എന്നുള്ളത് സത്യമാണ്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് കേട്ടോ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളെ നിന്ന് എളിമപ്പെടുന്നു. അവസാനിപ്പിക്ക്. നമുക്ക് പിതാവിനെ വിളിച്ച് നമുക്ക് നമ്മുടെ വലിയ ആസ്ഥാന ദേവാലയത്തിൽ ഒരു ബലിയർപ്പിച്ചൊരു അനുരഞ്ജനത്തിൻ്റെ ബലിയർപ്പിച്ച് നമുക്ക് ഒന്നാകാൻ. പ്രിയപ്പെട്ടവരെ, സഹോദര, കൊടിയ തിന്മ പുറത്തു നിന്ന് കയറി വരാൻ പോകുന്നു, നമ്മളെ ഒന്നിച്ച് നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിന് കൂട്ടുകൂടല്ലേ. ഒരു ശ്വാസം നിലച്ചാൽ തീരുന്നത് മാത്രമാ. മനുഷ്യനെന്ന് വിളിക്കുന്ന നിന്നെ ശവമെന്ന് വിളിക്കാൻ ഒരു ശ്വാസം നിന്നാൽ മാത്രം മതി. ജീവിതാന്ത്യത്തെ ഓർത്ത് എങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്, ഒന്ന് എളിമപ്പെട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടം കൊണ്ട് പറയുന്നതാ കേട്ടോ, ഒരുപാട് സങ്കടം കൊണ്ട് പറയുന്നതാ. അപ്പനെ കെട്ടിയിട്ട് തല്ലുന്ന മക്കളെ പോലെ അനുസരണയില്ലാത്ത ജീവിതം ജീവിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. പല ദേവാലയങ്ങളിലും വളരെ ശക്തമായ തരത്തിൽ പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദേവാലയങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. അവസാനം പരാജയപ്പെട്ട് തോറ്റ് പോലീസ് വന്ന് നിങ്ങളെ ഇറക്കി വിടുന്ന കാഴ്ച ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ. നമുക്കൊന്ന് കൈകോർക്കാമെന്നേ, വിടാമെന്നേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ബലവും കൃപയും അനുഗ്രഹവും അഭിഷേകവും ദൈവിക സമാധാനവും കൊണ്ട് എന്നെയും നിന്നെയും അനുഗ്രഹിക്കട്ടെ, ചേർത്ത് പിടിക്കട്ടെ. ആമേൻ. കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ.